നമ്മുടെ ലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് പൊതിയാണ്, ലഞ്ച് ബോക്സ് അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇലയിലാണ് ചോറെടുക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഇലയിലാണല്ലോ എടുക്കുന്നത്. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ മാത്രം പാത്രത്തിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ലഞ്ച് പൊതിയിൽ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. ചോറ് വിളമ്പി കൊടുത്തു കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു. അത് നമ്മൾ കുറച്ചങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീൻ പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മീൻ പൊരിച്ചത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെച്ചത് ഒരു പപ്പടം പൊരിച്ചതാണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള ആളാണ് ഈ പപ്പടം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കറിയായിട്ട് എടുത്തത് മീൻ കറിയായിരുന്നേ. ഇത് ശീലമീനും ഉലുവ മീനും ഒക്കെ എല്ലാ മീനുകളൂടെ ചേർത്ത് കറിയാക്കിയതാണ്. അപ്പോൾ നമ്മൾ തക്കാളിപ്പഴമൊക്കെ ഇട്ട് കറിയാക്കിയതാണ്. അപ്പോൾ നമ്മൾ മീൻ കറിയും അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അത്രയും വിളമ്പി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ചാർ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലോട്ട് കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉച്ചയൂണിന് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള വിഭവങ്ങൾ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നുണ്ടായിരുന്നത് ചെമ്പാവരി പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടും മീൻ കറിയും കൂടെ ഒരു പപ്പടവും ഉണ്ടായിരുന്നേ. പപ്പടം ഞാൻ എടുക്കുന്ന വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മൾ പുട്ട് ഒരു അരക്കുറ്റി പുട്ട് അത്രേ എടുത്തുള്ളൂ. തേങ്ങ ഞാനിന്ന് പുട്ടിൻ്റെ പൊടിയോടൊപ്പം ഒരുമിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് എടുത്തത് കേട്ടോ. അല്ലാതെ അതിൻ്റെ മുകളിലും താഴെയോ ഒന്നും വെച്ച് കൊടുത്തില്ല. അപ്പോൾ ഒരു കഷ്ണം മീനും കുറച്ച് ചാറും പിന്നെ പുട്ടും പിന്നെ കട്ടൻ ചായയും ഉണ്ടായിരുന്നു. പപ്പടം ഞാൻ ഇതെടുത്ത് കഴിഞ്ഞിട്ടാണ് എടുത്ത് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നമുക്കിനി മറ്റൊരു ലഞ്ച് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. പോവാട്ടോ.